നമസ്കാരം. ഏവർക്കും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ മാർക്കറ്റില് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ വന്ന ലംഘനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ മൂലവും ഇടിവ് കാണുവാനായിട്ട് സാധിച്ചു. സോ നിലവില് ഇസ്രായേലിന്റെയും ഇറാന്റെ ഭാഗത്തു നിന്നൊക്കെ സമാധാനമാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും വന്നിട്ടില്ല. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മാർക്കറ്റിൽ നമ്മൾ കീനായി വാച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഏകദേശം ഇനി ഒരാഴ്ചയോളം മിഡിൽ ഈസ്റ്റ് വാർത്തകളിലും ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാനുള്ള ചാൻസുകൾ ഉണ്ട്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 5266 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു നമ്മുടെ മാർക്കറ്റിൽ നടത്തിയത്. ആ സെല്ലിങ്ങോട് കൂടിയിട്ട് 3243 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് ഈ മാസം അവർ നമ്മുടെ മാർക്കറ്റിൽ മാറിയിട്ടുണ്ട്. തത്സമയം 5209.60 കോടി രൂപയുടെ ബൈയിങ് ആണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നടത്തുകയുണ്ടായത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റ എമൗണ്ടിന് ഏകദേശം ഒരു 57 കോടി രൂപയുടെ കുറവുണ്ടെങ്കിൽ കൂടിയും അതിന് തത്തുല്യമായി തന്നെ ബൈ ചെയ്യുകയുണ്ടായി. എന്നിട്ട് കൂടി നമ്മുടെ മാർക്കറ്റ് ഇത്രയും ഫോൾ ആയി. കാരണം ഈ പറഞ്ഞ ബാഡ് ന്യൂസും പ്ലസ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെയും റീറ്റെയിലേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഇടിവുണ്ടാകാനായിട്ട് കാരണം. ഇന്നലെ നമ്മുടെ മാർക്കറ്റിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സീസ് ഫയർ നിലവിൽ വന്നതിനെ തുടർന്ന് എയ്റോപ്ലെയിൻ സ്റ്റോക്കുകളിൽ, അതായത് സ്പൈസ് ജെറ്റിലും ഇൻഡിഗോയിലൊക്കെ 4% റാലി കണ്ടു. യൂറോപ്യൻ മാർക്കറ്റ്സിലും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇന്നലെ യൂറോപ്യൻ എയ്റോപ്ലെയിൻ സ്റ്റോക്സിലും 10% റാലിയാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ നാസ്ഡാക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. യുഎസില് ഡോ ജോൺസിൽ 500 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. നിലവില് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവായിട്ടാണ് തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ യു കെ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ആയ ക്ലോസിംഗ് ആയിരുന്നു. ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 1%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നിലവിൽ ഓപ്പൺ ആയിരിക്കുന്ന മാർക്കറ്റ്സിൽ ചൈനീസ് മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും പ്രൈസസിൽ നേരിയ വർധനവ്, 1%-ലേറെ വർധനവ് കാണിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ വിലയിലും നേരിയ തോതിൽ വർധനവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ ലീഡിംഗ് ആയ എല്ലാ ADR സ്റ്റോക്സും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. US ഫെഡ് ചെയർപേഴ്സൺ ജെറോം പവലിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. US ഫെഡറൽ റിസർവ് കുറച്ചേറെ സമയമെടുക്കും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്. കാരണം പുതിയ താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തുടർന്നുണ്ടാകുന്ന പ്രതിഫലനങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമേ റേറ്റ് കട്ടിനെ കുറിച്ച് ചിന്തിക്കാനാകൂ. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയും അത് നിലനിർത്തുവാനായിട്ട് സാധിക്കാതിരുന്നതാണല്ലോ നമുക്ക് കാണാൻ സാധിച്ചത്. എന്നിരുന്നാൽ കൂടിയും 25,000 എന്ന റേഞ്ചിന് മുകളിലായിട്ട് നിഫ്റ്റി ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഈ വർഷത്തില് നിഫ്റ്റിയുടെ, അതായത് 2025 നിഫ്റ്റിയുടെ റെക്കോർഡ് ഓൾ ടൈം ക്ലോസിംഗ് ഹൈ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,147 ആണ്. സോ അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് ഇനി മുകളിലേക്ക് പോകണമെങ്കിൽ നിഫ്റ്റിക്ക് 25,200 എന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് നടത്തേണ്ടതായിട്ട് തന്നെയുണ്ട്. എങ്കിലേ നിഫ്റ്റിക്ക് മുന്നോട്ടുള്ള യാത്ര സുഗമമാകുകയുള്ളൂ. ഇന്ന് അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്. കാരണം ഞാൻ സെബി രജിസ്റ്റേർഡ് ആളല്ല. ഇതൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് മാത്രമാണ്, എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി മാത്രമാണ്. നിഫ്റ്റിക്ക് ഒരു റാലി ഇന്ന് ഉണ്ടാവുകയാണെങ്കിൽ നിഫ്റ്റി 25,350 എന്ന റേഞ്ചിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസുകൾ ഏറെയാണ്. നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 25,000 എന്ന നിലയിലാണ് നിലകൊള്ളുന്നതായിട്ടുള്ള അഭിപ്രായങ്ങൾ. അവിടെ നിന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,850 അടുത്ത സപ്പോർട്ട് എടുക്കാൻ സാധ്യതകൾ ഉണ്ട്, ഫോളോഡ് ബൈ 24,700. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസ് ഒന്ന് ചെക്ക് ചെയ്യാം.
നിഫ്റ്റിയില് അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 24,800-നും 25,300 റേഞ്ചുകൾക്കിടയിൽ ഒരു കൺസോളിഡേറ്റഡ് ട്രേഡിംഗ് ആണ് അവരുടെ അഭിപ്രായ പ്രകാരം എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇത് മാർക്കറ്റ് ആണ്, ഒരു കാര്യങ്ങളും കോൺക്രീറ്റ് അല്ല എന്നുകൂടിയുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വെക്കണം. നിഫ്റ്റിയില് ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് മാക്സിമം കോൾ റൈറ്റിംഗും നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പുട്ട് ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ 25,000 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേസമയം 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ കാണുവാൻ സാധിക്കുന്നത്. അതും ഡോജി ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ കോൾ സൈഡിലേക്ക് 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 56,600 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നു. പുട്ട് സൈഡിലേക്ക് 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കിടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടൈമെക്സ് ഗ്രൂപ്പ് കമ്പനി ഇന്ത്യയിലെ ബിസിനസിന്റെ 15% ഓഫർ ഫോർ സെയിലിലൂടെ വിറ്റ് ഒഴിയുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. അതായത് 33% ഓഫറിനാണ് സ്റ്റോക്ക് വിറ്റഴിക്കുന്നത്. സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് കമ്പനി സ്പെഷ്യാലിറ്റി അലൂമിനിയം നിർമ്മാതാക്കളായ ആലുചെം എന്ന കമ്പനിയെ $125 മില്യൺ മുടക്കി അക്വയർ ചെയ്യുന്നതായിട്ടുള്ള വാർത്ത. റെയിൽവേ സ്റ്റോക്സ്, റെയിൽവേയുടെ ഭാഗത്തു നിന്നും AC-യും നോൺ AC-യും ട്രെയിൻ നിരക്കുകളിൽ വർധനവ് വരാനുള്ള SBI കാർഡ്സ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ ഏപ്രിൽ 16% മെയ് മാസത്തിലേക്ക് വന്നപ്പോൾ 17.1% ഉയർച്ച രേഖപ്പെടുത്തുക ഉണ്ടായി. HDB ഫൈനാൻഷ്യൽ സർവീസസ് IPO, ഇന്നാണ് IPO സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സെർവോടെക് പവർ സിസ്റ്റം 60 കോടി രൂപയുടെ ഒരു പുതിയ പ്രോജക്ട് 16 മെഗാവാട്ട് സോളാർ പ്രോജക്ട് കമ്പനിക്ക് മധ്യപ്രദേശിൽ നിന്നും ലഭിക്കുകയുണ്ടായി. മെട്രോ ബ്രാൻഡ്സ് ബ്രിട്ടീഷ് ഫുഡ്വെയർ നിർമ്മാതാക്കളുമായിട്ട് കമ്പനി ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്ത. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വൈകുന്നേരം 6 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം.